Hello, good morning all. So today we are going to discuss about the elementary properties of cyclic groups. So in this section we have some theorems related to cyclic groups. Okay, for first theorem, statement of first theorem is every cyclic group is abelian. That is, we want to prove that every cyclic group is abelian. Okay, proof is like this. അതായത് നമുക്ക് തെളിയിക്കേണ്ടത് എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അബീലിയൻ ആണ്. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു സം സൈക്ലിക് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു എൻ സച്ച് ദാറ്റ് എൻ ഈസ് ആൻ ഇൻഡിജർ. ഓക്കെ, ഇതാണല്ലോ ഒരു സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോ വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് അബീലിയൻ. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ ആ ഗ്രൂപ്പിലുള്ള രണ്ട് എലമെൻ്റ് എടുക്കുന്നു, എന്നിട്ട് എക്സ് സ്റ്റാർ വൈ is equal to വൈ സ്റ്റാർ എക്സ് നമുക്ക് കാണിക്കാൻ കഴിയണം. അങ്ങനെയാണ് വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് അബീലിയൻ. സോ കൺസിഡർ ടു എലമെൻറ്റ്സ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ജി. ഓക്കെ, എക്സും വൈയും ജിയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? എക്സ് is equal to സം പവർ ഓഫ് എ ആൻഡ് വൈ is equal to സം പവർ ഓഫ് എ. That is some a raised to s. Okay, where r and s are integers. R and s may be negative integers, 0 or positive integer. Okay, now here multiplication. ഇപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്നത് കാരണം സൈക്ലിക് ഗ്രൂപ്പാണ്. സോ എക്സ് വൈ is equal to what we get? We want to prove that എക്സ് വൈ is equal to yx. So here എക്സ് വൈ is equal to a raised to r into a raised to s. That's equal to a raised to r plus s. ഇപ്പോൾ a raised to r plus s നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a raised to s plus r. രണ്ടും ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. That's equal to a raised to s into a raised to r. That's equal to what is a raised to s? y into x. So what we get? xy is equal to yx. Therefore the given group G is abelian. So this is our statement. Every cyclic group is abelian. അത് ഓർത്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് റിസൾട്ട്, സെക്കൻഡ് തിയറം എന്താണ്? ഡിവിഷൻ അൽഗോരിതം ഓഫ് ഇസഡ് ആണ്. ദാറ്റ് ഈസ് ഇഫ് എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എൻ ഈസ് എനി ഇൻറ്റീജർ, then there exist unique integers q and r such that n is equal to mq plus r and 0 less than or equal to r less than m. So നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഗിവൺ കണ്ടീഷൻ എന്താണ്? m is any integer, m is any integer, n is a positive integer such that എന്താണ് പ്രോപ്പർട്ടി? അങ്ങനെയാണെങ്കിൽ there exist unique integers q and r such that n is equal to mq plus r, 0 less than or equal to m is equal to m, 0 less than or equal to r less than m. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനാണ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുക. ഫോർ ഇസഡ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുക. അപ്പോൾ ഇഫ് യു ടേക്ക്, ഇപ്പോൾ എന്താണ് ഒന്നുകൂടെ പറയാം, എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, എൻ ഈസ് എനി ഇൻറ്റീജർ. അത് പറഞ്ഞപ്പോൾ മാറിപ്പോയെന്ന് അറിയില്ല. എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ, എൻ ഈസ് എനി ഇൻറ്റീജർ, ദെൻ ദെയർ എക്സിസ്റ്റ് ടു ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എൻ ഈസ് ഈക്വൾ ടു എം ക്യൂ പ്ലസ് ആർ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മളതിൻ്റെ പ്രൂഫിന് മുമ്പായിട്ടൊരു എക്സാമ്പിൾ പറയാം. എം ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, അപ്പോൾ എം ഈസ് ഈക്വൾ ടു സം 3 എന്ന് എടുക്കാം, ആൻഡ് എൻ ഈസ് അനദർ ഇൻറ്റീജർ 7 എന്ന് എടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 ഈസ് ഈക്വൾ ടു എം ക്യൂ പ്ലസ് ആർ. 7 എന്ന് പറഞ്ഞാൽ 3നെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതിക്കൂടാ. 7 is equal to 2 into 3, അല്ലെങ്കിൽ 3 into 2 plus 1. 2 into 3 6 plus 1. So here 7 എന്താണ്? 7 is n and 3 is equal to m. 3 is equal to m, 2 is equal to q and r. അപ്പോൾ ഇതിനെ കോഷ്യൻ്റ് എന്നും പറയും, ഇതിന് റിമൈൻഡർ. അപ്പോൾ ഇവിടെ എന്താണ്? കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 1ഉം ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഫോർ ഇസഡ്. അതായത് ഏത് രണ്ട് നമ്പർ എടുത്താലും അതിനെ നമുക്ക് കണക്ട് ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ 3 7 എടുത്തപ്പോൾ 7 is equal to മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് സം റിമൈൻഡർ. അങ്ങനെ ഏത് രണ്ട് നമ്പർ എടുത്തിട്ടും നമുക്ക് എഴുതാം. അപ്പോൾ ഇസഡിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇതാണ്. അപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് കണ്ടോ,
റിയൽ ആക്സിസിൽ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് എം മാർക്ക് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് റിയൽ ആക്സിസിൽ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് എം മാർക്ക് ചെയ്തു. അതായത് 0. ഇപ്പോൾ ഇസഡ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് എമ്മിന് എടുക്കാൻ എന്ത് വരും? 0 വരും, എം, 2m എക്സെട്ര, ക്യൂ ടൈംസ് എം, ക്യൂ പ്ലസ് 1 ടൈംസ് എം എക്സെട്ര. ഓക്കെ. n ഗ്രേറ്റർ ദാൻ 0, ക്യൂ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ. അപ്പോൾ ഈ എന്നിൻ്റെ പ്രോപ്പർട്ടി ഒന്നില്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ n എന്തൊക്കെയാവാം? ഒന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എം ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എം പ്ലസ് സം നമ്പർ കൂടെ വരാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്യൂ എം എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ഓഫ് എം ആണ്. ക്യൂ പ്ലസ് 1 എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് എം ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരാം. അപ്പോൾ ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? n ഇസ് ഈക്വൽ ടു ക്യൂ എം പ്ലസ് ഒരു ആർ ഡിസ്റ്റൻസും കൂടെ. ഓക്കെ. അപ്പോൾ അത് കാണിക്കുന്നത്, അത് 2 തരത്തിൽ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ. ചൂസ് ക്യൂസ് സച്ച് ദാറ്റ് n ബിലോങ്സ് ടു ക്യൂ എം കോമ ക്യൂ പ്ലസ് എൻ എം. അപ്പോൾ ഇത് ഓപ്പൺ ഇൻ്റർവൽ, അതായത് ഈ ഒരു ഇൻ്റർവെല്ലുള്ള ഒരു എലമെൻ്റാണ് n. ഓക്കെ. ഇനി n ഇസ് ഈക്വൽ ടു ക്യൂ എം ആണെങ്കിൽ എന്താ സംഭവിക്കാം? ഈ r എന്നുള്ളത് 0 ആയി മാറും. അപ്പോൾ n ഇസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ എം പ്ലസ് 0, ദാറ്റ് ഇസ് ക്യൂ എം പ്ലസ് ആർ. ഓക്കെ. ദിസ് ക്യൂ ആൻഡ് ആർ ആർ യൂണിക്. ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 കേസാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ക്യൂ എം മുതൽ ക്യൂ പ്ലസ് 1 എം വരെയുള്ള ഈ ഒരു ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഇതിൽ ക്യൂ എം ഇൻക്ലൂഡഡ് ആണ്, ക്യൂ പ്ലസ് 1 എം ഇൻക്ലൂഡഡ് അല്ല. കാരണം ഒന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എം ആവാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ 2 മൾട്ടിപ്പിൾസിൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ആവാം. ഓക്കെ, ആർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ n ഇസ് ഈക്വൽ ടു ക്യൂ എം എടുത്താൽ എന്ത് വരും? r ഇസ് ഈക്വൽ ടു 0. സോ n ഇസ് ഈക്വൽ ടു ക്യൂ എം പ്ലസ് 0, ദാറ്റ് ഇസ് ക്യൂ എം പ്ലസ് ആർ. ദിസ് ക്യൂ ആൻഡ് ആർ ആർ യൂണിക്. ഓക്കെ. നൗ കൺസിഡർ ഓപ്പൺ ഇൻ്റർവെൽ ക്യൂ എം കോമ ക്യൂ പ്ലസ് 1 എം. അതായത് ഈ ഒരു ഇൻ്റർവെൽ എടുത്തു. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ n എടുത്താൽ എന്ത് വരും? ഓക്കെ. ആൻഡ് അസ്യൂം ദാറ്റ് r ഇസ് ഈക്വൽ ടു n മൈനസ് എം ക്യൂ. കാരണം എന്താണ്? ഈ r എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്നിൽ നിന്നും ടോട്ടൽ n നമുക്ക് എത്രയാണെന്ന് എന്നിൽ നിന്ന് എന്താണ്? എം ക്യൂ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ദിസ് ഇസ് r. ഓക്കെ. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം ഇയർ വരെയുള്ള അതിൽ നിന്ന് ക്യൂ എം മൈനസ് ചെയ്താൽ ബാക്കി വരുന്ന ഭാഗമാണ് r. സോ r ഇസ് ഈക്വൽ ടു n മൈനസ് എം ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. തിയറം എന്താണ്? തിയറത്തിൻ്റെ നെയിം ഇതാണ്, ഡിവിഷൻ അൽഗോരിതം ഫോർ ഇസഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഏത് 2 നമ്പർ m ആൻഡ് m നെ എടുത്താലും വേർ m ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ദെൻ n ക്യാൻ ബി റിട്ടൺ ആസ് എം ക്യൂ പ്ലസ് ആർ, വേർ ക്യൂ ആർ എന്ന് പറയുന്നത് യുണീക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഇൻറ്റിജേഴ്സാണ്. ഓക്കെ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത്. 7 ഇസ് ഈക്വൽ ടു 3 × 2 + 1. സോ ഹിയർ 3 is m, 7 is n, and 1 is the remainder and 2 is the quotient. ഓക്കെ. അപ്പോൾ ഈ ഒരു തിയറം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ എക്സാമ്പിൾ. when n is equal to 38, m is equal to 7. So what happened? n is equal to m q plus r എന്ന് എഴുതണം. ഓക്കെ. ഈ ഒരു തിയറം മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ n is equal to m q plus r. അപ്പോൾ 38ൽ എത്ര 7 ഉണ്ട്? 5. 5 × 7 35. So we can write 38 is equal to 7 × 5 + 3. ഓക്കെ. അപ്പോൾ 38 എങ്ങനെ എഴുതാലോ? അപ്പോൾ ഇവിടെ കിട്ടിയല്ലോ. q is equal to 38 is equal to 7 × 5 + 3. So q is equal to 5, r is equal to 3. ഓക്കെ. ഇനി n is equal to -38 ആണെങ്കിലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m is a പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -38 is equal to -42 + 4. ദാറ്റ് ഈസ് 7 × -6 അപ്പോൾ ഈ ഒരു ഫോം തന്നത് ഇങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാം? n is equal to മൈനസ് നമ്പർ തന്നാൽ എന്താ ചെയ്യേണ്ടത്? -38 is equal to -42 + 4. സോ ഹിയർ 7 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് എടുക്കണം. സോ 7 × -6 + 4.
So here Q is equal to -6 and R is equal to 4. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തിയറം നമ്പർ 3. തിയറം നമ്പർ 3 എന്ന് പറഞ്ഞാൽ എ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അതായത് ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, ദാറ്റ് ഇസ് ജി ഇസ് ഈക്വൾ ടു സൈക്ലിക് എ. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. നൗ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് ഓൾസോ സൈക്ലിക്. അപ്പോൾ ഫസ്റ്റ് എച്ച് അസ്യൂം ചെയ്യും. എച്ച് ഇസ് ഈക്വൾ ടു സിംഗിൾട്ടൺ ഐഡൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കാം?